പ്രശ്നം വന്നിരിക്കുകയാണ്. ഇപ്പോൾ അരക്കെട്ടിന്റെ വെള്ളമാണ് ആ സ്റ്റേഡിയത്തിന്റെ അവിടെ പുതിയ സ്റ്റേഡിന്റെ നേരെ മുമ്പിൽ അരക്കെട്ടിന്റെ വെള്ളമാണ്. നിങ്ങൾ വണ്ടി ഓടിച്ചു കോഴിക്കോട് കൂടെ? ഞാൻ കോഴിക്കോട് ഡ്രൈവറാണ്. ഞാൻ കോഴിക്കോട് ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ പറയട്ടെ, കോഴിക്കോട് വണ്ടി ഓടിക്കുന്ന ആളുകൾക്കെല്ലാം മഴ പെയ്തുണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് അറിയാം. അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണം നടത്തി. ഞാൻ പറയട്ടെ, ഇപ്പൊ കോഴിക്കോട്ടെ റോഡ് പദ്ധതിക്കകത്ത് വലിയ മാറ്റം ഉണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തിനകത്ത് ഒരു വലിയ മാറ്റം വെള്ളിമാട് കൊണ്ട് മാനാഞ്ചിറ റോഡുമായി ബന്ധപ്പെട്ട് വരുന്നു. അത് വലിയ റോഡുകളുണ്ടായി, ബൈപ്പാസുകൾ ഉണ്ടായി. ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ലേ? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ കണ്ടിട്ടില്ല. യാഥാർത്ഥ്യമാവാൻ ഞാൻ പറയട്ടെ, ഒരു പദ്ധതി യാഥാർത്ഥ്യമാവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനപ്പുറത്തേക്ക് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാലം ജനപ്രതിനിധികളായിരുന്ന ആളുകളല്ലേ ജനപ്രതിനിധികളായിരുന്ന ആളുകള് അല്ല ഞാൻ പറയട്ടെ, ചോദിച്ചോ അല്ല ഞാൻ പറയാം ഇവിടെ ഇങ്ങനെ ചോദിച്ചാൽ നവ്യ പറയുകയാണ് വെള്ളിമാട് കുന്ന് മാനാഞ്ചിറ റോഡിന്റെ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതിന്റെ കാലതാമസത്തെക്കുറിച്ചാണ്. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാലതാമസം ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു. പറഞ്ഞ കാര്യം പറയട്ടെ, കാലതാമസം ഉണ്ടാകും. ആ കാലതാമസം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഗവാസ് സാറോടാണ്. നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ടൗണിലൂടെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ, നല്ലൊരു മഴ പെയ്താൽ നമ്മൾ വലിയ പ്രയാസമാണ്, ഗതാഗത കുരുക്കും മറ്റുള്ള. ഇതിന് ഡ്രെയിനേജ് സംവിധാനത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി കോർപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഒരുക്കിയിട്ടുണ്ടോ? ഞാൻ പറയാം, നമുക്ക് സമയം കളയണ്ട. കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ തൊഴിലാളി കൂടി ചോദിച്ചോട്ടെ, ആ ചോദ്യം കൂടി ഉത്തരം പറയാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കല്ലേ? ഹലോ, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഞാനൊരു മറുപടി പറയാം. ഒരു മിനിറ്റ്, അതൊക്കെ പ്രശ്നം അറിയോ? എന്താ പ്രശ്നം അറിയോ? പറഞ്ഞോ, ചോദ്യങ്ങൾ വരട്ടെ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ ഒരു കാര്യമില്ല. ഒരൊറ്റ കാര്യം പറയട്ടെ. അല്ല, ഒരു കാര്യം പറയട്ടെ, കോഴിക്കോട് കോർപ്പറേഷൻ അതിദാരിദ്ര്യമുക്ത കോർപ്പറേഷൻ ആയിട്ടുള്ള പ്രഖ്യാപനം പറഞ്ഞല്ലോ. ആ ദാരിദ്ര്യമുക്തിക്ക് വേണ്ടിയിട്ട് എന്താണ് കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി എന്ന് കൂടെ അദ്ദേഹം ഇവിടെ പറയണം. ഇവിടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി വന്നിട്ടുണ്ടെങ്കിൽ അത് റേഷൻ കടകൾ മുഖേന ഭക്ഷണധാന്യ വിതരണങ്ങള് അത് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ടാണ്. ഇവിടെ വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഞാൻ പറയട്ടെ, വീട് വെച്ച് നൽകിയത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെയാണ്. രാജ്യം മുഴുവൻ ഭരിക്കുന്ന ആളുകളല്ലേ, എത്രയോ വർഷമായി മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു നാട്ടിലല്ലാതെ, ഈ കേരളത്തിലല്ലാതെ, അല്ല നിങ്ങളൊക്കെ അതായത് കേന്ദ്ര സർക്കാർ രാജ്യം മുഴുവൻ ഭരിക്കുകയാണ്, പക്ഷെ അതിദാരിദ്ര്യമുക്തി കേരളത്തിലേ ഉള്ളൂ. ലൈഫ് പ്രകാരം ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത് കേരളത്തിലേ ഉള്ളൂ. പാവപ്പെട്ടവരെ കരുതുന്ന പദ്ധതികൾ കേരളത്തിലേ ഉള്ളൂ. എന്തുകൊണ്ട് ഇപ്പൊ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. നരകിക്കുന്ന 10,000 ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടത്തിയെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അത് മതി. കേന്ദ്രമൊന്നും തരുന്നില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്നായിരുന്നു പദ്ധതി പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികളാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമാണ്. ഇവിടെ സംസാരിച്ച അതിദാരിദ്ര്യമുക്ത കോർപ്പറേഷനെ സംബന്ധിച്ചാണ്. ഈ അതിദാരിദ്ര്യമുക്ത എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഈ കേന്ദ്രത്തിന്റെ ബീഹാറിലെ ഏറ്റവും വലിയ വികസന പദ്ധതി എന്താന്ന് വെച്ചാല് 10,000 രൂപ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ വികസന പദ്ധതി. ഇതൊന്നും മറച്ചു വെച്ചിട്ട് ഈ കേരളത്തിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഒരു ചർച്ചയ്ക്ക് വന്നാൽ ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ
രാഷ്ട്രീയമായ വികസനപരമായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുക എന്നുള്ള ബാധ്യതയുണ്ട്. നിങ്ങൾ ഈ ബഹളങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന നവ്യ ആദ്യം കൃത്യമായി അവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കോഴിക്കോട്ടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വാദോരാതെ പറയുന്ന അതിന്റെ വിരുദ്ധതയെ കുറിച്ച് പറയുന്ന ഈ രാജ്യത്ത് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംസ്ഥാനമെങ്കിലും ഒരു സംസ്ഥാനത്തിലെങ്കിലും ഒരു ഗ്രാമത്തിലെങ്കിലും കാണിക്കാൻ പറ്റുമോ? എന്റെ ഒറ്റ മിനിറ്റ്. ബഹുമാനപ്പെട്ട നിഷാദ് സഖാവേ, ഗവാസഭാവേ, ഞാൻ പറയുന്നത് ചെറിയ ചാറ്റൽമയ വന്ന പാടനെ നിങ്ങളൊരു കുട ചൂടുന്ന കാലഘട്ടത്തിലായി കമ്മ്യൂണിസം. അല്ലല്ല, ഞാൻ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഇല്ലില്ല, ആ പ്രസ്താവന ഒരു യോത്രം പറയില്ല. ആ പ്രസ്താവന ഞാനിവിടെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ ഇന്ന് വൈകുന്നേരവും ഇതിന്റെ ബന്ധപ്പെട്ട മീഡിയ ഞാൻ പറയട്ടെ മീഡിയ വേണ്ട ആളുകളോട് പറഞ്ഞറിയോ, ഞാൻ അസുഖബാധിതനാണ്, എനിക്ക് സുഖമില്ല, പറയട്ടെ. ബാധിക്കുന്ന പാളയം പച്ചക്കറി മാർക്കറ്റ് നാണവുമില്ലാതെ ഉദ്ഘാടനം കഴിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു സെൻസുമില്ലാത്ത ഇദ്ദേഹത്തിന്റെ ഒരു സെൻസുമില്ല പാളയമൊക്കെ പറയാം. ഇല്ലില്ല, പാളയമൊക്കെ പറയാണ്ട് ഞാൻ ഈ കൊടചൂടി എന്തിനാ? ഈ ചർച്ചയിൽ എന്നെ വിളിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് ഉച്ചക്കും പറഞ്ഞു എനിക്ക് സുഖമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ഇല്ലില്ല, ഇതൊക്കെ റെക്കോർഡറാണ്. ഒരു കൊട ചൂടിയതിനെ കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെടുന്ന ആളാണ്, എന്നിട്ടാണ് വർത്തമാനം പറയുന്നത്. ഇതൊക്കെ നിർത്തിക്കള. ഇങ്ങനെ ചർച്ചക്കൊന്നും ഇങ്ങനത്തെ ആളുടെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാനും വയ്യ. അതായത് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നയാള് ചോദിക്കുമ്പോ ഉണ്ടാവേണ്ട മാന്യത ഇങ്ങോട്ട് കാണിച്ചാലേ അങ്ങോട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഈ താങ്കൾ ചോദിച്ച ചോദ്യം ഒരു തരത്തിലും ഒരു ചാനൽ ചർച്ചക്കകത്ത് വന്നിരുന്ന ഒരാൾ ആക്ഷേപിക്കുന്നത് തുല്യമാണ്. ഈ ഇതൊക്കെ ഞാനല്ല പറയേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നടക്കുന്ന ചർച്ചയെ നിങ്ങൾ 2-3 പേര് കോൺഗ്രസ്സുകാരും BJP-ക്കാരുമായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് വന്ന് ഈ രാഷ്ട്രീയ ചർച്ചയെ വഴിതിരിച്ചുവിടാൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയം പറഞ്ഞത് ആ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് വികസനത്തെ കൂട്ടിവെക്കുന്നത്. വികസനം എന്ന വാക്കിനെ കൂടി കൂട്ടിപ്പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പാളയം ഉന്നയിക്കുന്നതിന് മുമ്പ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത നമുക്കുണ്ട്. വൈഷ്ണവയ്ക്ക് മത്സരിക്കാം.